എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള എ സി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതായത് ഓൺ ആയി കഴിഞ്ഞാൽ കൂളിംഗ് കിട്ടുന്നില്ല, അതിനൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ടെക്നീഷ്യനെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് തന്നെ പുറമേ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് രീതികളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. നമുക്ക് എ സിയിൽ കൂളിംഗ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എ സിയുടെ റിമോട്ടാണ്. റിമോട്ട് എടുത്തതിന് ശേഷം അതിൻ്റെ മോഡ് ചെക്ക് ചെയ്ത് നോക്കുക. അതായത് കൂൾ മോഡിന് ഹീറ്റ് മോഡിലോട്ടോ അല്ലെങ്കിൽ ഫാൻ മോഡിലോട്ടോ ഡ്രൈ മോഡിലോട്ടോ മോഡ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കി കൺഫേം ചെയ്യുക. നമ്മൾ റിമോട്ടെല്ലാം ചെക്ക് ചെയ്തു, മോഡിന് കുഴപ്പമൊന്നുമില്ല, കൂൾ മോഡിൽ തന്നെ കിടക്കുന്നത്. പക്ഷേ യൂണിറ്റ് തണുക്കുന്നില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ഡോർ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് അഴിച്ചു പണിയല്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്ന എല്ലാവരുടെ വീട്ടിലും കിലോമീറ്ററും മൾട്ടിമീറ്ററും ഒന്നും കാണത്തില്ല. വോൾട്ടേജും ആംബിയറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടെക്നീഷ്യനെ വിളിക്കുന്നതിന് മുമ്പ് എന്തായിരിക്കും ഔട്ട്ഡോറിന് കംപ്ലൈൻറ്റ് എന്ന് പുറമേ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഔട്ട്ഡോർ എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളൊരു എ സിയുടെ ഔട്ട്ഡോർ ചെക്ക് ചെയ്യുന്ന നേരത്ത്, അതായത് ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇല്ലാതെ ഒരു ടെക്നീഷ്യനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ പുറമേ നിന്ന് എന്തായിരിക്കും കംപ്ലൈൻറ്റ് എന്ന് നോക്കുന്നതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ സിയുടെ ഔട്ട്ഡോറിന് സപ്ലൈ വന്ന് അതിൻ്റെ മോട്ടർ, അതായത് ഔട്ട്ഡോർ മോട്ടർ റൺ ആവുന്നതെന്ന് നോക്കുക. ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മോട്ടർ നല്ല രീതിക്ക് തന്നെ കറങ്ങുന്നുണ്ട്, അത് വർക്കിംഗ് ആണ്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് യൂണിറ്റ്, അതായത് ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് പൈപ്പുണ്ട്, രണ്ട് കോപ്പർ പൈപ്പ്. അതിൽ ചെറിയ പൈപ്പിന് ഡിസ്ചാർജ് പൈപ്പ് എന്നും വലിയ പൈപ്പിന് സെക്ഷൻ പൈപ്പ് എന്നാണ് പറയുന്നത്. നമുക്കത് തൊടാൻ പറ്റുന്ന ഉയരത്തിലാണ് അത് വെച്ചത് എന്നുണ്ടെങ്കിൽ നമുക്കതിലെ വലിയ പൈപ്പ്, അതായത് ആ സെക്ഷൻ പൈപ്പിലൊന്ന് തൊട്ട് നോക്കുക. യൂണിറ്റിൻ്റെ കംപ്രസർ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അകത്ത് കിട്ടുന്ന തണുപ്പ് റിട്ടേൺ വരുന്ന പൈപ്പാണ് സെക്ഷൻ പൈപ്പ് എന്ന് പറയുന്നത്. ആ പൈപ്പും നല്ല രീതിക്ക് തന്നെ തണുത്തിരിക്കും. സെക്ഷൻ പൈപ്പ് നല്ല രീതിക്ക് തന്നെ തണുത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കംപ്രസറിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല, യൂണിറ്റ് കറക്റ്റായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. നമുക്ക് അകത്തെ ഫിൽറ്റർ അല്ലെങ്കിൽ കൂളിംഗ് കോയിൽ അല്ലെങ്കിൽ ബ്ലോവർ ഇവിടെയൊക്കെ ഡസ്റ്റ് കയറി ബ്ലോക്കായിട്ടിരുന്നാൽ മാത്രമായിരിക്കും അകത്തോട്ട് കൂളിംഗ് കിട്ടാത്തത്. അതായത് ഇൻഡോർ യൂണിറ്റിൻ്റെ ഫോൾട്ട് കൊണ്ടാണ് നമുക്ക് അകത്ത് കൂളിംഗ് കിട്ടാത്തത്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ ഈ ഔട്ട്ഡോറിൻ്റെ വലിയ പൈപ്പ്, അതായത് ആ സെക്ഷൻ പൈപ്പ് തൊട്ട് നോക്കിയപ്പോൾ റിട്ടേൺ തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്രസർ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. അതേസമയം തന്നെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ മോട്ടർ നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുന്നുണ്ട്, പക്ഷേ സെക്ഷൻ പൈപ്പ് ഒന്നും തണുക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കംപ്രസറുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. അതായത് ചിലപ്പോൾ കപ്പാസിറ്റർ വീക്കായിരിക്കാം, അല്ലെങ്കിൽ കംപ്രസറിലോട്ട് പോകുന്ന സപ്ലൈക്ക് എവിടെയെങ്കിലും ബ്രേക്ക് ആയതായിരിക്കാം, എന്നിങ്ങനെ കൊണ്ടായിരിക്കും കംപ്രസർ റൺ ആവാതിരിക്കുന്നത്. അതേസമയം ചെറിയ പൈപ്പ് ഐസ് കട്ട പിടിച്ച് നല്ലപോലെ ഐസ് പിടിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിറ്റിൻ്റെ ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഗ്യാസിൻ്റെ അളവ് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ചെറിയ പൈപ്പിൽ ഐസ് പിടിച്ചിരിക്കുന്നത്. ഈ ഗ്യാസ് എങ്ങനെ ലീക്കായി എന്ന് നമുക്ക് നോക്കുന്നത് യൂണിറ്റിൻ്റെ സൈഡിലൊക്കെ നോക്കുക. അതായത് യൂണിറ്റിൻ്റെ ആ കവർ ബോഡി പാർട്ടൊക്കെ വരുന്നിടത്ത് അതൊക്കെ നോക്കുക. അതായത് ആ ഫ്ലെയർ നെറ്റ് വരുന്നിടത്തും എല്ലായിടത്തും നോക്കുക. എന്തെങ്കിലും ഓയിൽ മയം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, ചുറ്റിനൊന്ന് നോക്കി. അതായത് ഗ്യാസ് ഔട്ട്ഡോർ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഭാഗത്ത് ആ പൈപ്പ് പോയത് എന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ മയം ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഒരു ടെക്നീഷ്യന് എ സി കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യനെ വിളിക്കുന്നതിന് മുമ്പ് പുറമേനെ നമുക്ക് എന്തായിരിക്കും കംപ്ലൈൻറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതികൾ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.